നമസ്കാരം, ഞാൻ സിജു രാജൻ. കുട്ടികൾക്ക് പരീക്ഷ എഴുതാനായിട്ടുള്ള പേപ്പർ പോലും ലഭിക്കാത്തൊരവസ്ഥ, പേനയിൽ മഷി നിറയ്ക്കാനായിട്ടുള്ള മഷി പോലും ലഭ്യമല്ലാത്ത ഒരു സിറ്റുവേഷൻ. അതുകൊണ്ട് തന്നെ പരീക്ഷ റദ്ദ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് എത്തി. ശ്രീലങ്കയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. എന്താണ് ശ്രീലങ്കയ്ക്ക് പറ്റിയത്? ഈ ഒരു അവസ്ഥയ്ക്കുള്ള റീസൺ എന്താണ്? ശ്രീലങ്കയുടെ ഒരു പ്രതിസന്ധിയിൽ നിന്ന് നമ്മൾ ബിസിനസ്സുകാർ പഠിക്കേണ്ട കാര്യം എന്താണ്? ഒരുപക്ഷെ നമ്മുടെ കേരളം പഠിക്കേണ്ട കാര്യമാണ് എന്താണ്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളവും ശ്രീലങ്കയും ഭൂപ്രകൃതി വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം സമാനമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. അതിൻ്റെ ആൾസോ എക്കോണമി ആണെന്നുണ്ടെങ്കിലും ഏറെക്കുറെ സമാനമായിട്ടുള്ളൊരു അവസ്ഥയിലാണ് കേരളം നിൽക്കുന്നത്. ഒരുപക്ഷെ നാളെ ഒരു ശ്രീലങ്ക ആയേക്കാം കേരളം എന്ന് പറയുന്നത്. അപ്പം കേരളം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ്? ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഞാൻ ഈ ശ്രീലങ്കയെക്കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് ശ്രീലങ്കയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഒരു 30 വർഷം മുമ്പ് നമ്മുടെ ഇന്ത്യ അനുഭവിച്ചിട്ടുണ്ട്. 1990 സദാം ഹുസൈൻ കുവൈറ്റിനെ ആക്രമിച്ച അതിനുശേഷം ആ ഒരു സിറ്റുവേഷന് ശേഷം എണ്ണ വില വലിയ രീതിയിൽ വർദ്ധിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായി. എണ്ണ വില വർദ്ധിച്ചതുകൊണ്ട് ഒരു ക്രൈസിസ് ഉണ്ടാവുമോ? ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് ഒരു രാജ്യം പോവുമോ? ഇല്ല. സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് ഒരു രാജ്യം പോകുന്നത് ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് കൊണ്ടല്ല, ഒരുപാട് ഇൻസിഡൻസ് കൂടിച്ചേരുമ്പോഴാണ്. ഈ ഒരുപാട് ഇൻസിഡൻസ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് കാരണമായിരിക്കും. ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ നിങ്ങളുടെ സ്ഥാപനം, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള HR പോളിസി ഇല്ല, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഫൈനാൻഷ്യൽ പോളിസി ഇല്ല, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അക്കൗണ്ട്സ് കൃത്യമായിട്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, നിങ്ങളുടെ മാനുഫാക്ചറിങ് ആ ഒരു പ്രോസസ്സ് കൃത്യമായിട്ടുള്ള സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മാർക്കറ്റിംഗ് പ്ലാനോ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയോ പ്രൈസിങ് പോളിസിയോ ഒന്നും തന്നെ ഇല്ല, തട്ടിമുട്ടി നിങ്ങളുടെ ബിസിനസ് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രതിസന്ധി, ഒരു വിലക്കയറ്റം മതി നിങ്ങളുടെ ബിസിനസ്സിനെ കൂടി ഇല്ലാതാക്കാനായിട്ട്. ശരിയല്ലേ? ഈ വിലക്കയറ്റം ആണോ ശരി നിങ്ങളുടെ ബിസിനസ്സിനെ ഇല്ലാതാക്കിയത്? അല്ല. ഈ എല്ലാം അൺസ്റ്റേബിൾ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വൊളറ്റൈലായിരുന്നു നിങ്ങളുടെ ബിസിനസ് എന്ന് പറയുന്നത്. ഇന്ത്യയും അതേപോലെ വൊളറ്റൈലായിട്ടുള്ള ഒരു രാജ്യമായിരുന്നു, എക്കോണമി ആയിരുന്നു. അത്തരത്തിലൊരു വൊളറ്റൈൽ എക്കോണമിയിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രതിസന്ധി വരുന്ന സമയത്ത് എൻറ്റയർ ഇന്ത്യയെ ബാധിച്ചു. ഇത് നമ്മുടെ ബിസിനസ്സിലും ഇത്തരത്തിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതേ ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്ത രാജ്യമായിട്ടുള്ള ശ്രീലങ്കയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് കാരണമല്ല ശ്രീലങ്കയിൽ ഒരു അവസ്ഥ വന്നത്, ഒരുപാട് അവിടുത്തെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ ഒരു അവസ്ഥ വന്നത്. ശരിക്കും ഈ ഒരു അവസ്ഥയിലേക്ക് നയിക്കാനായിട്ടുള്ള ഒരുപാട് കാരണങ്ങളുണ്ട് എങ്കിലും ഇത് റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങിയത്, നമുക്കറിയാം ശ്രീലങ്ക എന്ന് പറയുന്നത് കൂടുതലായിട്ടും ടൂറിസത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. ടൂറിസത്തിലെ വരുമാനം കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്ന ഒരു രാജ്യമാണ്. 2019 അവിടെ ഈസ്റ്റർ ദിവസം നടന്നിട്ടുണ്ടായിരുന്ന അവിടെ 3 പള്ളികളും 3 മാളുകളിലും ഭീകരവാദികൾ ആക്രമണം ഉണ്ടായി. അത് ആ വർഷത്തെ ടൂറിസത്തെ ബാധിച്ചു. 2020 മുതൽ 2021 2 വർഷങ്ങളിൽ കോവിഡ് കാരണം ഡെഫിനറ്റ്ലി ടൂറിസത്തെ ബാധിച്ചു. ആൻഡ് റഷ്യൻ ആൻഡ് ഉക്രൈനുമായിട്ടുള്ള ആ ഒരു യുദ്ധം, റഷ്യൻ ഉക്രൈനാണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ ശ്രീലങ്കയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അത് ഈ 2022 വലിയ രീതിയിൽ ബാധിച്ചു. അപ്പോൾ തുടർച്ചയായിട്ട് 3 വർഷം അവർക്ക് വലിയ രീതിയിൽ വരുമാനമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തി. അവരുടെ മെയിനായിട്ടുള്ള വരുമാന സ്രോതസ് അവിടെ നിന്നു. ഇത് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്കുള്ള പ്രധാനപ്പെട്ട റീസൺസിൽ ഒന്നാണ്. ഇനി അവർ ഈ ഒരു സിറ്റുവേഷനിലേക്ക് നയിച്ചിട്ടുള്ളത് ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും 5 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള 5 കാര്യങ്ങൾ ഞാൻ മെൻഷൻ ചെയ്യാം. ഈ 5 കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ബിസിനസ്സുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം, കേരളവുമായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അതിൽ ഒന്നാമത്തേത് നോൺ പെർഫോമിംഗ് അസറ്റ്സ് ആണ്. അതായത് ഈ ഓർണമെൻ്റൽ അസറ്റ്സ്, ഓർണമെൻ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് വെക്കുക എന്നുള്ള ഒരു സമ്പ്രദായം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഒരു കോടി രൂപ മുടക്കിയിട്ട് ഞാനൊരു വീട് പണിയാണെന്ന് വിചാരിക്കുക. 1 CR മുടക്കിയിട്ട് വീട് പണിയാണ്. എൻ്റെ മുഴുവൻ പൈസയിൽ ഞാൻ ലോൺ എടുത്തിട്ടാണ് ഞാൻ വീട് പണിയുന്നത്. ഈ വീട് എന്ന് പറയുന്നത് ശരിക്കും ഒരു നോൺ പെർഫോമിംഗ് അസറ്റാണ്. അതിൽ നമുക്ക് റിട്ടേൺ ഒന്നും കിട്ടത്തില്ല. ഫൈനാൻഷ്യൽ ടേംസിലാണ് ഞാൻ സംസാരിക്കുന്നത്. നമുക്ക് അതിന് റിട്ടേൺ കിട്ടത്തില്ല. ഒരു ഡെഡ് അസറ്റാണ്, റൈറ്റ്? എനിക്ക് ലാബിലിറ്റി കൂടുകയാണ്, എനിക്ക് എൻ്റെ എക്സ്പെൻസ് കൂടുകയാണ്. മന്ത്ലി ഞാൻ കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് എൻ്റെ കയ്യിൽ നിന്നാണ് പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വരുമാനത്തിൻ്റെ ഒരു വലിയൊരു പങ്ക് ഞാൻ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് റിട്ടേൺ കിട്ടുന്നില്ല, റൈറ്റ്? ഇത് തന്നെയാണ് പലപ്പോഴും സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലും സംഭവിക്കുന്നത്. ശ്രീലങ്കയിൽ സംഭവിക്കുന്നത് ഇത്തരത്തിലുള്ള ഓർണമെൻ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ NPA, നോൺ പെർഫോമിംഗ് അസറ്റ്സിൽ അവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തു. അതിൽ നിന്നും റിട്ടേൺ കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് അവരെത്തി. കൂടുതലായിട്ടും അവർ ഏകദേശം 70% അവർ ഇൻട്രസ്റ്റ് ആണ് കൊടുക്കുന്നത്. അവരുടെ വരുമാനത്തിൻ്റെ 70%, റവന്യൂവിൻ്റെ 70% അവർ ഇൻട്രസ്റ്റ് ആയിട്ട്, പലിശയായിട്ട് അവർ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ ഹമ്പൻതോട്ട എയർപോർട്ട്, ചൈന കെട്ടിക്കൊടുത്തിട്ടുള്ള എയർപോർട്ടാണ് ഹമ്പൻതോട്ട എയർപോർട്ട്.
ഇത് ഇന്ന് ഒരു ശവപ്പറം പോലെ കിടക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് യാതൊരു വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ശ്രീലങ്കയെക്കാളും വലിയൊരു എയർപോർട്ട്, എന്തിനാണ് അവർക്ക് ആവശ്യമുണ്ടോ ആ ഒരു എയർപോർട്ട്? യാതൊരു രീതിയിലുള്ള ഇൻകം അതിൽ നിന്ന് അവർക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. സോ ഇത്തരത്തിലുള്ള കുറേ ഒട്ടും തന്നെ ഒരു പ്ലാൻ ഇല്ലാത്ത രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഈ ശ്രീലങ്കയുടെ പതനത്തിന് ഒരു പ്രധാനപ്പെട്ട റീസണായി. നമ്മുടെ കേരളം എടുത്ത് നോക്കുക. ഞാൻ ഈ സിൽവർ ലൈൻ പദ്ധതിയെക്കുറിച്ച് അത്യാവശ്യം അവരുടെ DPR എല്ലാ കാര്യങ്ങളും ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. 3000 പേജിൽ DPR ഒക്കെ ഞാൻ വായിച്ച് നോക്കിയിട്ടുണ്ട്. ഞാൻ പേഴ്സണലി പറയുന്നത് ഈ സിൽവർ ലൈൻ പദ്ധതി എന്ന് പറയുന്നത് കേരളത്തിന് ആവശ്യമില്ല എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം നമുക്കറിയാം കൊച്ചി മെട്രോ ഇന്ന് ഒരു നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനേക്കാളും ഒരു 10 മടങ്ങോ 100 മടങ്ങോ നഷ്ടത്തിലേക്ക് പോകാൻ സാധ്യതയുള്ളതായിരിക്കും ഈ ഒരു സിൽവർ ലൈൻ പദ്ധതി എന്ന് പറയുന്നത്. കേരളത്തിന് ഒട്ടും ആവശ്യമില്ലാത്തൊരു പദ്ധതി തന്നെയാണ്. നമ്മുടെ കേരളത്തിൻ്റെ പ്രശ്നം ഇതാണ്. അതായത് നമ്മൾ കാര്യങ്ങളെല്ലാം ഇനിഷ്യേറ്റ് ചെയ്ത് വയ്ക്കും, തുടങ്ങി വയ്ക്കും, അവസാനിപ്പിക്കത്തില്ല. ഈ അവസാനിപ്പിച്ചു കഴിഞ്ഞാലും ഇത് കൃത്യമായിട്ട് മാനേജ് ചെയ്യത്തില്ല, കൃത്യമായിട്ട് നല്ല രീതിയിൽ ഈ സാധനത്തിനെ മുന്നോട്ടേക്ക് നയിക്കത്തില്ല. ഇത് തന്നെയാണ് കേരളത്തിലെ പലപ്പോഴും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പദ്ധതികൾ എടുത്ത് നോക്കിക്കോളൂ. ഇപ്പം ഞാൻ നീര പദ്ധതിയെക്കുറിച്ച് കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു അല്ലേ, നമ്മൾ കൊട്ടിഘോഷിച്ച് കാര്യങ്ങളങ്ങ് ചെയ്തു, കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റേഷൻ നമ്മൾ ചെയ്തില്ല. ഒട്ടും പഠനമില്ലാതെ നമ്മൾ കാര്യങ്ങളങ്ങ് ചെയ്തു തീർത്തു. അതിന് കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ല, വൻ പരാജയത്തിലേക്ക് പോയി. ഇത് എല്ലാ മേഖലയിലും ഇതുണ്ട് കേരളത്തിൽ. നമ്മൾ നടപ്പിലാക്കുന്ന മിക്കവാറും എല്ലാ മേഖലയിലും നമ്മൾ ഇത് കാണാനായിട്ട് കഴിയും. ഒന്നും പ്രോപ്പറായിട്ടുള്ള മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഉദാഹരണം പറയുകയാണ്, നമ്മുടെ സ്കൂളുകളിലെ കമ്പ്യൂട്ടർ ലാബ് നിങ്ങൾ എടുത്ത് നോക്കുമോ. നല്ല രീതിയിൽ അവർ ഉദ്ഘാടനമൊക്കെ ചെയ്ത് വയ്ക്കാം. നല്ല രീതിയിൽ കമ്പ്യൂട്ടറിലൊക്കെ ഇങ്ങനെ പൂമാലയൊക്കെ തൂക്കിയിട്ട് കാര്യങ്ങൾ ചെയ്ത് വയ്ക്കാം. ഒരു വർഷം കഴിഞ്ഞ് അതേ കമ്പ്യൂട്ടർ ലാബിൽ നിന്ന് കയറി നോക്കൂ, പല കമ്പ്യൂട്ടേഴ്സും വർക്ക് ചെയ്യത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള മെയിൻ്റെനൻസ് ഇല്ല. ഈ പൈസയൊക്കെ എവിടെ നിന്നാണ്? നമ്മുടെ നികുതി പണമാണ്. അപ്പോൾ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും, പക്ഷേ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ല. മെയിൻ്റെനൻസ് വളരെ മോശമാണ്. ഇത് തന്നെയാണ് കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന്. കേരളം നശിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട റീസൺസിൽ ഒന്ന് ഈ ഒരു മെയിൻ്റെനൻസ് ഇല്ലായ്മ തന്നെയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട റീസൺ ശ്രീലങ്ക ഫേസ് ചെയ്യുന്നത്, അവർ ട്രേഡിങ്ങിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്, മാനുഫാക്ചറിങ്ങിൽ ഫോക്കസ് ചെയ്യുന്നില്ല, ഉൽപ്പാദനത്തിൽ അവർ ഫോക്കസ് ചെയ്യുന്നില്ല. പാല് പോലും കിട്ടാത്ത ഒരു അവസ്ഥയിലാണ് ഇന്ന് ശ്രീലങ്കയുള്ളത്. അതായത് കുടിക്കുന്ന ചായയിൽ യൂസ് ചെയ്യുന്ന പാല് കിട്ടാത്തൊരവസ്ഥ. അവിടെ ടൂറിസ്റ്റ് വന്നു കഴിഞ്ഞാൽ, റിസോർട്ടിൽ വന്നു കഴിഞ്ഞാൽ പാൽ ചായ കൊടുക്കാൻ അവർക്ക് കഴിയുന്നില്ല. അവർക്ക് ഇന്ധനം ലഭ്യമല്ല ഈ ഒരു സമയത്ത്. ടൂറിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ടൂറിസ്റ്റുകളെ കൊണ്ട് ഹോട്ടലിലേക്ക് പോകാനായിട്ടുള്ള, വണ്ടിക്ക് അടിക്കാനായിട്ടുള്ള ഇന്ധനം പോലും അവർക്ക് ഇന്ന് ലഭ്യമല്ല. കഴിക്കാനായിട്ടുള്ള പച്ചക്കറികൾ അവർക്കിന്ന് ലഭ്യമല്ല. അരി ഇന്ന് ലഭ്യമല്ല. എന്തിന്? വൈദ്യുതി പോലും ഇന്ന് 7 മണിക്കൂറൊക്കെയാണ് അവിടെ പവർ കട്ട് വെച്ചിരിക്കുന്നത് ഒരു ദിവസം. അതിന് പോലുമുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള ഇന്ധനം പോലും അവർക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒന്നും തന്നെ ഇല്ല. എല്ലാം പുറത്തുനിന്ന് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ എന്താ സംഭവിച്ചത്? ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡെഫിസിറ്റ് സംഭവിച്ചു. എന്താണ് ഈ BOP ഡെഫിസിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? അതായത് നമ്മുടെ ഇമ്പോർട്ട് എക്സ്പോർട്ടിനേക്കാളും കൂടുന്നൊരവസ്ഥ. നമ്മളെല്ലാം ഇറക്കുമതി ചെയ്യാൻ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നില്ല. ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി. ഇതിനാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ 1991 ഉണ്ടായിട്ടുള്ള ഒരു അവസ്ഥയും ഇത് തന്നെയായിരുന്നു. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡെഫിസിറ്റ് ആയിരുന്നു. കാരണം നമുക്ക് എല്ലാം ഇമ്പോർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നു, നമുക്കൊന്നും എക്സ്പോർട്ട് ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. സോ ഇത്തരത്തിലൊരു പ്രതിസന്ധിയിൽ തന്നെയാണ് ശ്രീലങ്ക ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഒന്നും മാനുഫാക്ചർ ചെയ്യുന്നില്ല, എല്ലാം ട്രേഡ് ചെയ്യുന്നു. കേരളത്തിൽ നമ്മൾ എടുത്ത് നോക്കുക. കേരളത്തിൽ എന്താണ് മാനുഫാക്ചർ ചെയ്യുന്നത്? ഇവിടെ കൂടുതലായിട്ട് നടക്കുന്ന ബിസിനസ് എന്ന് പറയുന്നത് ബിസിനസ്സാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡിംഗ് ആണ്. സാധനങ്ങൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വാങ്ങുന്നു, മറ്റുള്ള സംസ്ഥാനങ്ങൾ വാങ്ങുന്നു, നമ്മളിവിടെ സെല്ല് ചെയ്യുന്നു. അരി പോലും നമുക്ക് മറ്റുള്ള സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥ, പച്ചക്കറിക്ക് പോലും നമ്മൾ മറ്റുള്ള സംസ്ഥാനത്തെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ. ശ്രീലങ്ക എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ശ്രീലങ്കയാണെങ്കിലും കേരളമാണെന്നുണ്ടെങ്കിലും കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലങ്ങളിലൊന്നാണ്. റൈറ്റ്? ഇത്രത്തോളം ഒരു നല്ലൊരു ഭൂപ്രകൃതിയുള്ള ഒരു സംസ്ഥാനം ഒരു പക്ഷേ വേറെ ഉണ്ടാവില്ല. അത്തരത്തിലുള്ളൊരു സംസ്ഥാനത്തെ നമ്മൾ ശരിക്കും അണ്ടർ യൂട്ടിലൈസ് ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥ, അതായത് നമ്മളെല്ലാം ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മാനുഫാക്ചറിങ് നമ്മൾ ഫോക്കസേ ചെയ്യുന്നില്ല. നാളത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി എന്താ സംഭവിക്കുക എന്നുള്ളത്. ഇവിടെ മാനുഫാക്ചറിങ് വരണം, ഉൽപ്പാദനം വരണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ സർക്കാർ ചെയ്യുന്നുണ്ട്. എങ്കിലും ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം പച്ചയ്ക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂണിയൻ തൊഴിലാളികളാണ്. ഒന്ന്, നമ്മുടെ ഇവിടുത്തെ വ്യവസായത്തെ തകർക്കുന്ന മെയിനായിട്ടുള്ള ടീം. രണ്ട്, ഇവിടുത്തെ ഈ ലോ ലെവലിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അവരുടെ പിടിവാശിയാണ്, അവരുടെ ധാർഷ്ട്യമാണ് ഈ ഒരു നമ്മുടെ നാട്ടിലെ വ്യവസായം വളരത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട റീസൺ. അതുകൊണ്ട് തന്നെ എനിക്കറിയാം, നമ്മളെ വിളിക്കുന്ന പല ബിസിനസ്സുകാരും തൊട്ടടുത്തുള്ള സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്, തൊട്ടടുത്തുള്ള ഈ കോയമ്പത്തൂർ, പൊള്ളാച്ചി ബോർഡർ കഴിഞ്ഞ് അപ്പുറത്ത് അവർ ബിസിനസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുകയാണ്, സെറ്റ് ചെയ്യുകയാണ്. അവിടെ എന്തെങ്കിലും ഒരു ബ്രൈബ് കൊടുത്തിട്ടാണെങ്കിൽ നമുക്ക് ലൈസൻസ് എടുക്കാൻ കഴിയും. പക്ഷേ ഇവിടെ ഒരു ലൈസൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ, ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാലും അറിയാമല്ലോ ഇപ്പോൾ എത്രയാണ് ബിസിനസ്സുകൾ പൂട്ടിപ്പോകുന്നത് യൂണിയൻ
തൊഴിലാളികളുടെ കാര്യം കൊണ്ട്. അപ്പോൾ കേരളം നന്നാവണമെന്നുണ്ടെങ്കിൽ, കേരളത്തിൽ വ്യവസായം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആദ്യം നന്നാക്കേണ്ടത് ഇവന്മാരെയാണ്. എങ്കിലേ കേരളം നന്നാവത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ കേരളം അധികകാലം മുന്നോട്ടേക്ക് പോകത്തില്ല. ഇനി മറ്റൊന്ന്, ഈ ഒട്ടും പ്ലാൻ ഇല്ലാത്ത കുറേ പദ്ധതികൾ ശ്രീലങ്ക ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. ഒട്ടും പ്ലാൻ ഇല്ലാത്തത്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വെജിറ്റബിൾ കൾട്ടിവേഷൻ അല്ലെങ്കിൽ ടീയുടെ ചായപ്പൊടി കൾട്ടിവേഷൻ എല്ലാം അവർ ഒറ്റ രാത്രി കൊണ്ട്, ഓവർനൈറ്റ് കൊണ്ട് ഓർഗാനിക് ആക്കാനായിട്ട് തീരുമാനിച്ചു. ഓർഗാനിക്, ക്യാൻ യു ഇമാജിൻ? ഒരു ഓർഗാനിക് വെജിറ്റബിൾ കൊണ്ട് ഇറ്റ്സ് നോട്ട് പോസിബിൾ ടു ഫീഡ് എൻ എൻറ്റയർ നേഷൻ, അല്ലേ? ഒരു എൻറ്റയർ നേഷൻ നമുക്ക് ഓർഗാനിക് വെജിറ്റബിൾ കൊണ്ട് നമുക്ക് ഫീഡ് ചെയ്യാനായിട്ട് കഴിയുമോ? അതിന് ഈൽഡ് വളരെ കുറവായിരിക്കും. ഏകദേശം 50% നിലവിലുണ്ടായിരുന്ന പ്രൊഡക്ഷൻ്റെ 50% താഴെ എത്തി അവരെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, വെജിറ്റബിൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, ടീയുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അവർ എക്സ്പെക്ട് ചെയ്തത് ഇത്തരത്തിലുള്ള കെമിക്കൽസ് എല്ലാം യൂസ് ചെയ്യുന്നു, അപ്പോൾ അതിന് നമുക്ക് ശരീരത്തിന് ദോഷമാണ്, അപ്പോൾ ഇത്തരത്തിലുള്ള വെജിറ്റബിൾ ഉണ്ടാക്കിയിട്ട് നമുക്കത് എക്സ്പോർട്ട് ചെയ്യാം. പ്ലാൻ ചെയ്തു, നടന്നില്ല. വൻ പരാജയത്തിലേക്ക് പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കൃഷിയെ ആകെക്കൂടി അവിടുത്തെ സർക്കാർ അങ്ങ് നശിപ്പിച്ചു. ഒട്ടും തന്നെ പ്ലാൻ ഇല്ലാത്ത ഇത്തരത്തിലുള്ള കുറേ പദ്ധതികൾ, ഇത്തരത്തിലുള്ള ഈ കുറേ പ്ലാനുകൾ, കാര്യം ഇവരൊന്ന് ഉപദേശിക്കാനായിട്ട് അവിടെ ആരും ഇല്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അപ്പോൾ അത് പ്രധാനപ്പെട്ട പരാജയം, അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക സ്ഥിതിക്ക് നെഗറ്റീവായിട്ട് അതിനെ ബാധിച്ചു. ഈ മറ്റൊന്നുള്ളത്, ഈ ഫാമിലി റൂളിങ്. ഈ രജപക്ഷയുടെ കുടുംബക്കാർ തന്നെയാണ് മിക്കവാറും അവിടുത്തെ മന്ത്രിമാരെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവിടെയുള്ള പാർലമെൻറ്റിലുള്ള ആൾക്കാർ മിക്കവാറും രാജപക്ഷയുടെ കുടുംബക്കാർ തന്നെയാണ്. ഇത്തരത്തിൽ ഫാമിലി റൂളിംഗ് ഉണ്ടാകുന്ന സമയത്ത് ഉള്ളൊരു പ്രശ്നം, ഡിസിഷൻസ് എല്ലാം ആ ഒരു കുടുംബത്തിലങ്ങ് ഒതുങ്ങി നിൽക്കും. പുറത്തു നിന്നും ഒരു എക്സ്പേർട്ടായിട്ടുള്ള അഡ്വൈസുകളൊന്നും നമുക്ക് കിട്ടത്തില്ല. എല്ലാം ഇവരുടെ ഇഷ്ടപ്രകാരം അങ്ങ് മുന്നോട്ടേക്ക് പോകും. ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഇതിൽ കാരണവൻ ആരാണോ അയാൾ പറയുന്നത് ബാക്കിയുള്ളവരെല്ലാവരും അനുസരിക്കും. ഇത് പലപ്പോഴും ബിസിനസ്സിൻ്റെ തകർച്ചയ്ക്കും കാരണമാവാറുണ്ട്. ശ്രീലങ്കയുടെ തകർച്ചയ്ക്ക് കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട റീസൺസിൽ ഒന്നും അതായിരുന്നു. ബിസിനസ്സിൻ്റെ തകർച്ചയ്ക്കും ഇത് കാരണമാവാറുണ്ട്. പലപ്പോഴും ഈ ഫാമിലിയൊക്കെ റൺ ചെയ്യുന്ന ബിസിനസ്സിൽ അതിലേറ്റവും തലമൂത്ത ആൾക്കാരുണ്ട്, അമ്മമാരുണ്ടാവും. ഇവരായിരിക്കും എല്ലാ കാര്യങ്ങളും അങ്ങ് തീരുമാനിക്കുന്നത്. പലപ്പോഴും ഇത്തരത്തിൽ ഇവർ തെറ്റാണ് ഇവർ ചെയ്യുന്നത് എങ്കിലും ഇവരെ എതിർക്കാനായിട്ട് ആൾക്കാർ ധൈര്യപ്പെടുത്തില്ല, മക്കൾ ധൈര്യപ്പെടുത്തില്ല. ഈ തെറ്റിന് വെച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകും. ഇത് ആ ബിസിനസ്സിൻ്റെ തകർച്ചയ്ക്ക് കാരണമാവും. പുറത്തുനിന്ന് ഒരു അഡ്വൈസ് പോലും അവരെടുക്കത്തില്ല. എല്ലാം അകത്തുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അകത്തുനിന്നുള്ള കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകും. മെയിനായിട്ടുള്ള പ്രശ്നമാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഫാമിലി റൂളിങ്, നമുക്കറിയാം ഫാമിലി റൂളിങ് കൊണ്ട് ആണ് നമ്മുടെ കോൺഗ്രസിൻ്റെ അവസ്ഥ ഇന്ന് നമുക്കറിയാമല്ലോ. പ്രധാനപ്പെട്ട റീസൺസിൽ ഒന്ന് അത് തന്നെയാണ്. അധികാരമൊന്നും മുന്നോട്ടേക്ക് പോകത്തില്ല അത്തരത്തിലായിക്കഴിഞ്ഞാൽ. ആൻഡ് ഓൾസോ അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് വളരെ കമ്പാരിറ്റീവ്ലി വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ടാലൻസിനെ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ഈ വിഷയങ്ങളെ കുറിച്ച് ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടായി. അപ്പോൾ IMF നമുക്ക് ഇവരെ സമീപിക്കേണ്ടതായിട്ട് വരും, ഇവർക്ക് സമീപിക്കേണ്ടതായിട്ട് വരും. ഏത് രീതിയിൽ സമീപിക്കണം, ഇത് ഗൈഡ് ചെയ്യാനായിട്ടുള്ള ഒരു എക്സ്പേർട്ട്, ഒരു അഡ്വൈസർ അവർക്കില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അഡ്വൈസസിൻ്റെ കാര്യത്തിൽ നമ്മൾ റിച്ചാണ്. മൻമോഹൻ സിംഗിനെ പോലുള്ള ഒരു പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തി 1991 നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ ആയിരുന്നുകൊണ്ടാണ് വളരെ ശക്തമായിട്ട് നമ്മുടെ ഇന്ത്യ മുന്നോട്ടേക്ക് വന്നത്. 2008 നമുക്ക് പ്രതിസന്ധി ഉണ്ടായ സമയത്തും അദ്ദേഹത്തിൻ്റെ ആ കരങ്ങളാണ് ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യയെ വലിയ രീതിയിൽ, മറ്റുള്ള രാജ്യങ്ങളൊക്കെ പല ബാങ്കുകളും ഇടിഞ്ഞെങ്കിലും നമ്മുടെ ഇന്ത്യയെ അത് വലിയ രീതിയിൽ ബാധിക്കാതെ ഇരുന്നത് അദ്ദേഹത്തിൻ്റെ പലപ്പോഴുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള മൂവായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു ഫൈനാൻഷ്യൽ എക്സ്പേർട്ട് അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുകൾ ആ രാജ്യത്തില്ല. ഈ ഓർഗാനിക് ഫാമിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇതിനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്താണ്? ഇത് അഡ്വൈസ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ആ സയൻറ്റിസ്റ്റ് ടീം അവർക്കില്ല എന്നുള്ളതാണ്, ഒരു എക്സ്പേർട്ട് ടീം അവർക്കില്ല എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ ഇത് അവരെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലേക്ക് ആക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമുക്ക് എടുത്ത് നോക്കാം. അതായത് അവിടെയൊക്കെ ഈ തട്ടിമുട്ടിയുള്ള MBA കോളേജും എഞ്ചിനീയറിംഗ് കോളേജും ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്പിച്ച് നടത്തുന്ന പരിപാടികൾ നമ്മുടെ കേരളത്തിലും ഇല്ലേ? ഒപ്പിച്ചിട്ടുള്ള കുറേ MBA കോളേജസും എഞ്ചിനീയറിംഗ് കോളേജസും എല്ലാം തട്ടിമുട്ടി എങ്ങനെയെങ്കിലൊക്കെ നിങ്ങളെ പാസ്സാക്കി വിടും. അവിടേക്ക് ഈ PhD കൊടുക്കുന്നത് ചൈന സ്പോൺസർ ചെയ്തിട്ടുള്ള പല യൂണിവേഴ്സിറ്റീസാണ് അവിടെ PhD കൊടുക്കുന്നത്. നമ്മുടെ കേരളത്തിലുള്ള കുറച്ച് പേർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള തട്ടിമുട്ടിയുള്ള PhD ഇന്ന് നമ്മുടെ നാട്ടിൽ PhD എടുക്കാൻ ബുദ്ധിമുട്ടാണോ? കുറച്ച് ലക്ഷങ്ങൾ, 2-3 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് PhD സംഘടിപ്പിക്കാനായിട്ട് കഴിയും. തീസിസൊക്കെ എഴുതി കൊടുക്കുന്ന ഇത്രയോ പേര് കോയമ്പത്തൂരിലുണ്ട്. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ കാര്യമൊന്നും അല്ല എന്ന്. ഈവൻ നെറ്റ് പോലും ക്വാളിഫൈ ചെയ്യാത്ത ആൾക്കാർ പോലും ഇന്ന് PhD എടുക്കുന്നുണ്ട്. അപ്പോൾ PhD ഒന്നും വലിയൊരു കാര്യമില്ലാതായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റ്, ക്വാളിഫിക്കേഷൻ, ഈ സംഭവങ്ങളുണ്ട്, പക്ഷേ ക്വാളിറ്റി ഇല്ല. ഇൻ കേസ് ക്വാളിറ്റി ഉള്ളവരാണെങ്കിൽ പോലും നമ്മുടെ കേരളത്തിൽ നിൽക്കുന്നില്ല എന്നുള്ളതാണ്. മറ്റുള്ള സംസ്ഥാനത്തിലേക്ക് പോകുന്നു, ബാംഗ്ലൂരിൽ പോയിട്ട് വർക്ക് ചെയ്യുന്നു, ചെന്നൈയിൽ പോയിട്ട് വർക്ക് ചെയ്യുന്നു, അല്ലാന്നുണ്ടെങ്കിൽ അവർ ഇന്ത്യ തന്നെ വിടുന്നു.
ഈ കോട്ടയത്തും അങ്ങനെയുള്ള ഭാഗങ്ങളിലെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എത്ര പേരാണ് നമ്മുടെ ഇന്ത്യ വിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ത്യയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് താല്പര്യമില്ല. പഠിച്ചത് ഇവിടുത്തെ ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള CET പോലെയുള്ള ടോപ്പായിട്ടുള്ള IIM പോലെയുള്ള IIT പോലെയുള്ള സ്ഥാപനങ്ങളിലായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. പക്ഷേ പോകുന്നത് മറ്റു രാജ്യത്തേക്ക്, യൂറോപ്പിലേക്കും US-ലേക്കും അല്ല. കാരണം ഇവിടെ സെറ്റിൽ ആവാൻ ആൾക്കാർക്ക് താല്പര്യമില്ല. ഇത് മാറണം. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവരെല്ലാം പഠിക്കുന്നത് ഇപ്പോൾ CET-യിലോ അല്ലെങ്കിൽ ഇവിടുത്തെ ടോപ്പായിട്ടുള്ള ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു വിദ്യാർത്ഥി പഠിക്കുന്നുവെങ്കിൽ ഗവൺമെൻറ് എത്രത്തോളം ചിലവ് വരുന്നുണ്ട് എന്നുള്ളത്. കാരണം അവനെ പഠിപ്പിച്ച അധ്യാപകർക്കുള്ള ശമ്പളം, ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നിലനിൽപ്പിനുള്ള പൈസ, ഇതെല്ലാം കൊടുത്തുകൊണ്ടാണ് ഈ കുട്ടി ഇവിടെ പഠിക്കുന്നത്. ഈ കുട്ടിയുടെ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഈ ഒരു എക്സ്പെർട്ടൈസ് നോളജ് നമ്മുടെ നാട്ടിൽ യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്നില്ല. ഇവൻ പോകുന്നത് മറ്റ് രാജ്യത്തേക്കാണ്. ഈ ഒരു അവസ്ഥ മാറിയില്ല എന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ശ്രീലങ്ക പോലെ തന്നെ നമ്മുടെ കേരളവും ആവുന്നുള്ളതാണ്. ഞാൻ ആദ്യം പറഞ്ഞൊരു പോയിന്റ് ഉണ്ടായിരുന്നു നോൺ പെർഫോമിംഗ് അസറ്റ്സിനെ കുറിച്ചിട്ട്. ഇവിടെ നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന് റിട്ടേൺ കിട്ടണം. നമ്മൾ ഈ സിൽവർ ലൈനിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ള റിട്ടേൺ എങ്കിലും നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടോ? നമ്മൾ എപ്പോഴും ശ്രീലങ്കയിൽ സംഭവിച്ചത് തന്നെയാണ്. അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു, പക്ഷേ 40 വർഷം കഴിഞ്ഞ് അതിന് റിട്ടേൺ കിട്ടുന്ന വല്ല കാര്യമുണ്ടോ? ഈ 40 വർഷത്തേക്കുള്ള പലിശ നമ്മൾ കൊടുക്കണ്ടേ? ഞാനൊരു വീട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 1 ലക്ഷം 1 കോടി രൂപ കൊടുത്തിട്ട് ഞാനൊരു വീട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിലെ മാസം കൊടുക്കേണ്ട പലിശയെങ്കിലും എനിക്ക് ആ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയണം. ഞാൻ 2 മുറികൾ അഡീഷണലായി പണിത് എനിക്ക് അത് വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അതിൽ നിന്ന് ഇൻട്രസ്റ്റ് എങ്കിലും കൊടുക്കാനായിട്ടുള്ള വരുമാനം എന്ന് കിട്ടും. ഇത്തരത്തിലുള്ളൊരു പ്രോപ്പർ പ്ലാൻ ഇല്ലാത്തതാണ് പലപ്പോഴും നമ്മുടെ പദ്ധതികളെല്ലാം നശിച്ചു പോകുന്നത്. സർക്കാരിൻ്റെ ഒരുപാട് സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സ് ഉണ്ട്, ഇതെല്ലാം നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പലരുടെയും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, പലരെയും റിട്ടയർ ആയിട്ടുള്ള പല IAS ഓഫീസേഴ്സിനെയും നിലനിർത്താൻ വേണ്ടിയിട്ട് അതിന് കമ്പനിയായി രൂപീകരിച്ച് ചെയ്തിട്ടുള്ള പരിപാടികൾ പോലും നമ്മുടെ കേരളത്തിൽ നിന്ന് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തിയധിഷ്ഠിതമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. അതൊരു റീസണാണ്. മാത്രമല്ല നമ്മൾ ഈ ലോക്ക്ഡൗണൊക്കെ വന്ന സമയത്ത്, അതായത് കോവിഡിൻ്റെ പ്രതിസന്ധി ഒട്ടും തന്നെ ബാധിക്കാത്ത പ്രധാനപ്പെട്ട ഒരു വിഭാഗം എന്ന് പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്നു. കാരണം അവർക്ക് ശമ്പളം കിട്ടുന്നുണ്ട്, അവർക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. ഈ കോവിഡ് പ്രതിസന്ധി കാലത്ത് നമ്മൾ ചെയ്തത് എന്താണെന്നറിയോ? നമ്മൾ ഏകദേശം 4850 കോടി രൂപ നമ്മൾ പെൻഷനും ഒപ്പം തന്നെ ഈ സാലറിയും റിവൈസ് ചെയ്യാനായിട്ട് കടം വാങ്ങി. എന്തിനു വേണ്ടിയിട്ട്? വോട്ടിന് വേണ്ടിയിട്ട്. ഇതേ സംഭവം തന്നെ രജപക്ഷ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ വാറ്റ് 15% നിന്നും 8% കുറച്ചു. എന്തിനു വേണ്ടിയിട്ട്? വോട്ടിന് വേണ്ടിയിട്ട്. വോട്ടിന് വേണ്ടിയിട്ട് സ്വന്തം രാജ്യത്തെ തന്നെ ബലിയാടാക്കി. നമ്മുടെ സംസ്ഥാനവും അങ്ങനെ തന്നെയല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ രാഷ്ട്രീയത്തിനൊന്നും എഗെയിൻസ്റ്റ് ഒന്നും അല്ല. ഏത് രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടി തോന്നിയ ദിവസം കാണിച്ചു കഴിഞ്ഞാലും പച്ചയ്ക്ക് തുറന്ന് പറയണം. അങ്ങനെയുള്ളൊരു സമൂഹം നമുക്ക് ഉയർന്നു വരണം. ഈ രാഷ്ട്രീയ അടിമകളായിട്ട് ഇരിക്കേണ്ട ഒരു കാലമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവേ നമ്മുടെ ഈ ശ്രീലങ്കയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇനി അവർക്ക് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാനില്ല, അവർക്ക് കടം വാങ്ങിയേ പറ്റൂ. ഇന്ത്യ കടം കൊടുക്കുന്നുണ്ട്, വലിയൊരു ഭീമമായിട്ടുള്ള തുകയാണ് കടം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ചൈന, വിശ്വസിക്കാനേ കഴിയാത്തൊരു രാജ്യമാണ്, ചൈന കടം കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഇവർക്ക് ഇനി തിരിച്ച് അടയ്ക്കേണ്ട എമൗണ്ടാണ്. കാര്യം ഇവർക്ക് ആസ്തിയൊന്നുമില്ല, അസറ്റ്സ് ഒന്നും പ്ലഡ്ജ് ചെയ്തിട്ടല്ല ഇവർ കടം വാങ്ങുന്നത്. എങ്ങനെ തിരിച്ചടയ്ക്കും? പ്രതിസന്ധി തന്നെയാണ്. ഓക്കെ, അപ്പോൾ കേരളം ഒരു രാജ്യമായിരുന്നുവെങ്കിൽ ഇതേ പ്രതിസന്ധിയിലൂടെ ആയിരിക്കും ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ അങ്ങനെ കടം വാങ്ങി കൂട്ടുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? വോട്ടിന് വേണ്ടി മാത്രം, മറ്റൊന്നുമല്ല. ഓക്കെ, മറ്റൊരു വിഷയമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ സിജു രാജൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.